ഇന്ത്യൻ ഇന്റർനെറ്റ് ലോകത്ത് ഒരു വിപ്ലവത്തിന് തുടക്കമാകുന്നു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഒടുവിൽ ഇന്ത്യയിലേക്ക്. രാജ്യത്തെവിടെയും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് സ്റ്റാർലിങ്കിന്റെ ലക്ഷ്യം. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി സ്റ്റാർലിങ്ക് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നിവരുമായി ചർച്ചകൾ നടത്തുകയാണ്. ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും ഫൈബർ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നതിനുമാണ് ഈ പങ്കാളിത്തം. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ ഇന്റർനെറ്റ് ട്രാഫിക്കും രാജ്യത്തിനകത്ത് തന്നെ സംഭരിക്കുകയും റൂട്ട് ചെയ്യുകയും വേണം. ഇതിനായി രാജ്യത്തുടനീളം 17 സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സ്റ്റാർലിങ്ക് പദ്ധതിയിടുന്നു. ഇതിനായി ഏകദേശം 500 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ സ്റ്റാർലിങ്കിന് മത്സരം കടുത്തതായിരിക്കും. റിലയൻസ് ജിയോ, എയർടെല്ലിന്റെ വൺവെബ്, ആമസോണിന്റെ പ്രോജക്ട് കൈപ്പർ തുടങ്ങിയ മമ്പന്മാർ ഇതിനകം തന്നെ ഈ രംഗത്തുണ്ട്. ഈ മത്സരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കാൻ സഹായിച്ചേക്കാം. ഗ്രാമീണ മേഖലകളിലടക്കം അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ സ്റ്റാർലിങ്കിന് കഴിയുമോ? ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയിൽ ഇതൊരു പുതിയ അധ്യായമാകുമോ? കാത്തിരുന്ന് കാണാം.